ഇന്ന് എന്താണെന്നറിയത്തില്ല, വൈകിട്ടായപ്പോഴത്തേനും നല്ല ചൂട് ചായയും എന്തെങ്കിലും പൊരിച്ച് കഴിക്കാൻ ഒരു കൊതി വന്നായിരുന്നു. ഞാൻ വിളിച്ചു ഉള്ളിവട പക്കവടയായിട്ട് പൊരിക്കാമെന്ന്. പിന്നെ ഇങ്ങനൊന്നും ആക്കിയാൽ ഉള്ളി അരിഞ്ഞ് ഉള്ളിവട ആവത്തില്ല. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് അരിഞ്ഞാലേ ഉള്ളി ആവത്തുള്ളൂ, കഴിഞ്ഞൊടിച്ചാൽ ഉള്ളിവട ആവത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ഉള്ളിവടയ്ക്കുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഉള്ളി അരിയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്, കാരണം മെനക്കെട്ടൊരു ജോലിയാണ്. പിന്നെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഷ്ടപ്പെട്ട് തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നല്ലേ പറയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ഉള്ളിവട മാവ് എപ്പോഴും ഉള്ളിവടയ്ക്ക് നമ്മൾ പൊരിക്കുമ്പോൾ കുറച്ച് ഇടാവും. പിന്നെ പൊരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വായിൽ വെള്ളം നിൽക്കാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്ത് വായിലോട്ട് അങ്ങ് അകത്താക്കിയായിരുന്നു. പിന്നെ അണ മേളിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടാണ് ഞാൻ താഴോട്ട് ഇറക്കിപ്പിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആസ്വദിച്ച് കഴിച്ചു. അതിൻ്റെ കൂടെ നല്ലൊരു ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. ചായ അങ്ങനെ എപ്പോഴൊന്നും ഞാൻ കുടിക്കത്തില്ല, പക്ഷേ എനിക്ക് ഇന്ന് എന്തോ തോന്നി ഇങ്ങനെയൊക്കെ കഴിക്കണമെന്ന്. അപ്പോൾ ഒന്നൊരു കൊതിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. കൊതി വരുമ്പോഴത്തേനും നമ്മൾ ഇഷ്ടപ്പെട്ട എന്തും ഉണ്ടാക്കണം, അതാണ് എൻ്റെ പോളിസി. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിച്ചു. രസം ഉണ്ടായിരുന്നു. ടി വി ഒക്കെ കണ്ട് നല്ല മൊരിഞ്ഞ ഉള്ളിവടയായിരുന്നു. അങ്ങനെ പിന്നെ പിരിവിനൊക്കെ പോയപ്പോഴും റോഡിലെല്ലാവരും നിൽക്കുന്നത് കണ്ടത്. റോഡിലെല്ലാവരും നിൽക്കുന്നത് മരത്തിൻ്റെ അതിനകത്ത് ചുറ്റി ചേര കിടക്കുമായിരുന്നു. ചേര സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പൊത്തി കയറി കിളിയെ പിടിക്കാൻ കയറിയതായിരുന്നു. കിളി വായിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറേ നേരമായിട്ട് കണ്ടില്ല. പിന്നെ എൻ്റെ ടോർച്ച് എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് കാണാം. ഇത് കാണുമ്പോൾ നമുക്ക് ദേഹം മേലാകസകലം പേരിക്കും. പിന്നെ കുറേ നേരം ഞങ്ങൾ അതിനെ ഇതാക്കാൻ നോക്കി, പക്ഷേ പാമ്പാന്ന് വെച്ചാൽ ചേരയായിരുന്നു സംഭവം. പിന്നെ അതിന് ഇറങ്ങിയൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾ കയറിപ്പോയി. ബായ്, ഇത്രയേ ഉള്ളൂ എൻ്റെ